దని పమ పగ మరి సని సరి పగ ഗമദ മദനീരി സനി దని പമ പഗ మరి സനി. നമുക്കെല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങാല്ലേ. ഇത് ശ്രീദേവി. ശ്രീദേവി ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ ഇത് ശിവപ്രസാദ്. ശിവപ്രസാദ് ഒരു ബിസിനസ്മാനും കൂടിയാണ്. ശിവപ്രസാദ് ശ്രീദേവി ദമ്പതികൾക്ക് 2 മക്കളാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയും മാതിരി രാധു എന്ന് വിളിക്കുന്ന രാഗേന്ദു ശിവപ്രസാദും ഗോപു എന്ന് വിളിക്കുന്ന ഗോപേന്ദു ശിവപ്രസാദ് ഇരട്ടകളാണെന്ന് പറഞ്ഞാൽ ഒരേ രൂപമുള്ള 2 വ്യക്തികൾ. രൂപം മാത്രമേ ഒരുപോലെയുള്ളൂ, എന്നാ സ്വഭാവം അത് ചില നേരത്ത് രണ്ടിനും ഒരുപോലെയും ചില നേരത്ത് രണ്ടിനും തെക്കും വടക്കുമാണ്. గరి సని సమ్మ గమప పమ గరి సని సమ్మ నిసమ్మ నిసപ്പ നിസദ. രാധു, ഗോപു, നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനെ അച്ഛനെ കണ്ടല്ലേ മക്കൾ പഠിക്കൂ. എല്ലാം എൻ തലവിധി. ഞാൻ യാർക്കിട്ടതാ ഇത് சொல்றே. എന്താണ് പൊണ്ടാട്ടി, രാവിലെ തന്നെ നല്ല ഒച്ചത്തിലാണല്ലോ. പ്രസാദേട്ടാ, ദേ എനിക്ക് മീറ്റിംഗ് ഇருக்கு. உங்களுக்கு தெரியலையா? നിങ്ങളെ മക്കളില്ലേ 2 ഇപ്പോഴും മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഓ എന്റെ ശ്രീ, ദേ രാധു അവിടെ ബോക്സിംഗ് പ്രാക്ടീസ് ഇല്ല. പിന്നെ ഗോപു രാധുവിനോട് ചോദിച്ചപ്പോ അവള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണെന്നാ പറഞ്ഞു. ആഹാ, എന്നാ പിന്നെ ഇതുങ്ങൾക്ക് ഞാൻ ഇവിടെ കിടന്ന് കാറി കുഴി വിളിച്ചപ്പോ ഒന്ന് വിളി കേൾക്കാൻ പാടില്ലായിരുന്നോ? താൻ ഇങ്ങനെ കിടന്ന് ചൂടാവാതെ. അല്ല, എന്റെ ചായ എവിടെ? ഞാനിപ്പോ തരാം. ഓയ് ലവ് ബേർഡ്സ്, എന്താണ് ഇവിടെ ഒരു ഗാഢമായ ചർച്ച? എനിക്ക് കേൾക്കാൻ പറ്റുന്ന വല്ലതും ആണോ? എന്റെ പൊന്നമ്മക്കിളി, ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. അവള് ചുമ്മാ ചോദിച്ചതല്ലേ. അതെ പിള്ളേരെ, നിങ്ങൾക്ക് ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 9:30. ദേ ഇപ്പൊ 9 ഇനി എപ്പോഴാ അച്ഛനും മക്കളും പോകുന്നേ? അത് പിന്നെ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ അമ്മ. ഒരു 15 സെക്കൻഡ് അത്രയും മതി. ദേ പോയി ദാ വന്നു. അല്ല, നീ ഇനി ഇവിടെ എന്ത് കാണാൻ നിക്കുവാ? ഞാൻ ദേ പോകുക. അല്ല, എന്റെ ജ്യൂസ് തന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു. ഞാൻ ദേ പോകുക. കുഞ്ഞാ, എന്റെ കുഞ്ഞാ, നീ ഇത് ഇതുവരെ കുടിച്ചു തീർത്തില്ലേ? പോരാളിയുടെ കയ്യിൽ നിന്ന് അടുത്ത വഴക്ക് വാങ്ങിക്കൂട്ടാനാണോ നിന്റെ തീരുമാനം? കുഞ്ഞാ, നീ ഓക്കെ അല്ലേടാ? എന്താ പറ്റിയേ? ഒന്നുമില്ല എന്ന് പറഞ്ഞാല് അതൊരു കളവാകില്ലേ? എന്നെക്കാളും നന്നായിട്ട് നിനക്ക് എന്നെ അറിയാം. ഓരോന്ന് ആലോചിച്ചിരുന്നപ്പം വെറുതെ. എനിക്കറിയാം നിനക്കതൊന്നും വെറും ഒരു ഓർമ്മയായിരുന്നില്ലെന്ന്. അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ. പിന്നെ നിന്റെ അടുത്ത് എത്തേണ്ടതാണെങ്കിൽ അത് നിന്നെ തേടി തന്നെ വരും. അതൊക്കെ വിട്. പിന്നെ അല്ല കുഞ്ചു, ഇന്ന് മീറ്റിംഗ് മാത്രമല്ലല്ലോ, ഇന്റർവ്യൂ കൂടിയില്ലേ? ഉണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ PA തിരഞ്ഞെടുക്കാന്. എന്റെ കുഞ്ചു, നീ ഒരാള് കാരണം ഇതിപ്പോ എത്രാമത്തെ PA ആടി? നിനക്കൊന്ന് മയത്തിൽ പെരുമാറിക്കൂടെ? എന്റെ പൊന്നു മോളെ, മയപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ അതൊക്കെ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നടക്കും. തലയിൽ കയറി ഇപ്പൊ PAയുടെ സ്ഥാനത്ത് ഒരാള് പോലും ഇല്ല. പിന്നെ ഇന്ന് വേറെന്തോ മീറ്റിംഗ് കൂടി ഉണ്ടെന്നാണല്ലോ അച്ഛ പറഞ്ഞേ. ആരാണെന്നറിയില്ല, എന്തായാലും അങ്ങോട്ട് ചെല്ലുമ്പോ കാണാലോ. Ain't tryna be cool like you, wobbling around in your high heel shoes. I'm clumsy, made friends with the floor. വേൾഡ് ഓഫ് ഫാഷൻ എന്നറിയപ്പെടുന്ന ഇൻഫിനിറ്റിയുടെ CEO ആണ് ശിവപ്രസാദ്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉയർന്ന ഒരു നിലയിൽ പേര് കേട്ട ഒരു ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് ഇൻഫിനിറ്റിയുടെ പേര് നിലനിൽക്കുന്നത്. തങ്ങളുടെ പഠനശേഷം ബിസിനസ് രംഗത്തേക്ക് തന്നെ രാധുവും ഗോപുവും വന്നു. ഇന്ന് ഇവരുടെ കമ്പനിയിൽ തന്നെ മാർക്കറ്റിംഗ് സെക്ഷനിലും ഡിസൈനിങ് സെക്ഷനിലുമാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. I'm a bitch and a boss, I'ma shine like glass, I'm a bitch. I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch. I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch. I'm a boss, I'm a bitch and a boss, I'ma shine like glass. On the after, you been the before, I've been the stallion, you been the seahorse. Don't need a report, don't need a press run. All of my bad pics been all my best one. I wear the hat and I wear the pants. I am advanced, so I get advanced and I do my dance and cancel the plans. Said boo, don't be mad 'cause you had a chance. Yeah, said I took it. Everything is ready there? Yes sir. കറക്റ്റ് 9:30 എല്ലാവരും മീറ്റിംഗ് ഹാളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ സർ. അച്ഛാ, ഇന്ന് ഏതോ കമ്പനിയായിട്ട് നമ്മുടെ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന ഫാഷൻ വീക്കിലെ പ്രോജക്റ്റ് കൊളാബ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവരെത്തിയില്ലേ?
അവര് വന്നോണ്ടിരിക്കുക രാധു. അല്ല, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? നമുക്ക് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ ക്ലോത്തിങ് മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സുവർണ ഗ്രൂപ്പുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡീൽ ചെയ്തത്. നമ്മുടെ ഫാഷൻ വീക്കിൽ ഇതിന്റെയൊക്കെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന് ഫാഷൻ ഡിസൈനിങ് പഠിച്ച നിനക്ക് ഞാൻ ഇനി പറഞ്ഞു തരണോ ഗോപു? ഒരു ഡിസൈനിൽ ഫസ്റ്റ് ക്ലോത്തിങ് ക്വാളിറ്റിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതില്ലെങ്കിൽ ആ ഡിസൈനിങ്ങിന് ഒരു ബിഗ് സീറോ ആണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡിസൈനിങ് ഒരു ഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ വി നീഡ് ദെയർ ഹെൽപ്പ്. അതും കൈത്തറി മേഖലയിൽ അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് കമ്പനിയും. സുവർണ ഗ്രൂപ്പ്, യാ, ഞാൻ കേട്ടിട്ടുണ്ട്. യങ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ ഈ വർഷം അവർക്കല്ലായിരുന്നു? ഐ തിങ്ക് അവിടെ 2 CEO ഉണ്ട്. യെസ്, 2 അല്ല 3. അവര് 3 പേരാണ്. ബട്ട് ഇന്നിവിടെ ഒരാൾ മാത്രമേ കാണൂ. പിന്നെ അവരെ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് തന്നെ അറിയാം. എൻ്റെ ഫ്രണ്ടിന്റെ മക്കളാണ്. സർ, മീറ്റിങ്ങിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. യാ, കം ലെറ്റ്സ് ഗോ. Here we go now. Yeah. Here we go now. Yeah. चल हाथ उठा ऐसे. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് ഫാഷൻ വീക്കിന്റെ പ്രോജക്റ്റ് കൊളാബ് ചെയ്യുന്നത് സുവർണ ഗ്രൂപ്പുമായിട്ടാണ്. ആൻഡ് ഹിയർ ഈസ് ദ CEO ഓഫ് സുവർണ ഗ്രൂപ്പ്, മിസ്റ്റർ കൃഷ്ണ ദേവ് അയ്യർ. പ്ലീസ് വെൽക്കം. Come on baby, let's do it. मुझ में है swag, तुझ में है swag. देखो जरा, सारी दुनिया में है ये swag. मुझ में है swag, तुझ में है swag. देखो താങ്ക് യു സോ മച്ച് അങ്കിൾ. सारी दुनिया में है ये swag. Wow, he's so handsome, yeah. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಎನ್ಮಾನಂ ಪೂತದೆ ತಾರ கண்பூரா நீயே தான் தாரா கண்ணார காண்கிறேன் கூடா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே കുഞ്ചു കുഞ്ചു കൃഷ്ണ, സുഖാണോ മോനെ? അച്ഛനോ? ஆ அங்கிள், எல்லாரும் நல்லா தான் இருக்கே. நீங்கள் என்னை கிருஷ்ணான்னு கூப்பிட வேணாம், கண்ணான்னு கூப்பிட்டா போதும். அப்படியா? சரிப்பா, உனக்கு என்ன பிடிச்சிருக்கோ அந்த மாதிரி தான் நான் உன்னை கூப்பிடுவேன். அப்பா அங்கிள், உங்களுக்கு தமிழ் தெரியுமா? ஆமா, நல்லாவே தெரியும். என் பொண்டாட்டி வந்து தமிழ் தான். உனக்கு மலையாளம் தெரியாதா? தெரியும், ஆனால் பேசி பேசி பழகிடுச்சு, அதான். இனி சரியாக்கிக்கோலாம். കുഞ്ഞു, അത് മനുഷ്യൻ തന്നെ ആണോടി? അതോ ഇനി വല്ല ഗന്ധർവനുമാണോ? വല്ല ആപ്പിളിന്റെ നിറമല്ലേ? പിന്നെ ചിരി, പറയാൻ വാക്കുകളില്ല. അയ്യോ, നിനക്കിത് എന്തു പറ്റി കുഞ്ചു? വന്നപ്പം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ, മീറ്റിംഗ് തൊട്ടേ കേൾക്കാൻ തുടങ്ങിയതാ. അയാളങ്ങനെ അയാളിങ്ങനെ. എന്താണ് മോളെ ഒരു ഇളക്കം? എന്താണെന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു അട്രാക്ഷൻ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി. നോക്കാന്നേ ഏതുവരെ പോകുന്നു. Excuse me, may I come in? Oh, yeah, come. Thank you. Hi, I'm Krishna, Krishna Devaya. ഗോപിന്ദു, ഗോപുന്ന് വിളിച്ചാ മതി. Hi. എന്റെ ഈശ്വര, ഇവളൊക്കെ വീണ്ടും പോയാ? കുഞ്ചു. ഹായ്, രാഗിന്ദു, രാധുന്ന് വിളിച്ചാ മതി.
നൈസ് ടു മീറ്റ് യു ബോത്ത് ഓഫ് യു. ആക്ച്വലി എനിക്ക് മലയാളം സംസാരിക്കാൻ കുറച്ച് പാടാ, ഇടയ്ക്ക് തമിഴ് കയറി വരും. പരവായില്ലയാ? അയ്യോ, എന്തോന്ന് പ്രശ്നം? ഒരു പ്രശ്നമല്ല, എங்களுக்கு തമിഴ് തരും. നാളെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സാമ്പിൾ ക്ലോത്ത് നാളെ എത്തിക്കാം. ബാക്കി ഡിസൈനിന്റെയും ആക്സസറീസിന്റെയും കാര്യം അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്താ? ഓക്കെ, അതങ്ങനെ മതി. ഒരു കാര്യം சொல்லട്ടാ, തപ്പാൻ എനിക്കതെ എനിക്ക് ഇപ്പവും പുരിയല്ല യാര് ഗോപു യാര് രാധു എന്ന്. അത് സാരമില്ല, എന്തായാലും സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. കുറച്ച് ദിവസം നമ്മൾ ഒന്നിച്ച് കാണുമല്ലോ, അപ്പൊ എന്തായാലും കൃഷ്ണ ഇതൊക്കെ പഠിക്കും. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നാളെ വർക്കിന് കാണാം. ഓക്കെ, ബൈ. അതെ കൃഷ്ണ, ഒന്ന് നിന്നേ. ഇത് എങ്ങോട്ടാ ഈ ചെന്നൈ എക്സ്പ്രസ് പോകും കണക്ക് പോകുന്നേ? അതെ, ഈ കൃഷ്ണ എന്നല്ലാതെ നിക്നെയിം ഒന്നുമില്ലേ ഇയാൾക്ക്? ഉണ്ടല്ലോ, വീട്ടിലെല്ലാരും എന്നെ കണ്ണനെന്നാ വിളിക്കുന്നേ. ആഹാ, ഇത് പിന്നെ വെറൈറ്റി ആണല്ലോ. എന്താ? സോ ക്യാൻ ഐ കോൾ യു ദാറ്റ്? അത് യാ യു ക്യാൻ. അപ്പോ ഓക്കെ കണ്ണേട്ടാ. വാട്ട്? എന്നാ? കണ്ണേട്ടാന്ന്. ഇറ്റ്സ് എ ടോപ്പ് സീക്രട്ട്, നമ്മൾ മാത്രം അറിഞ്ഞാ മതി. അപ്പൊ പിന്നെ ശരി, നാളെ കാണാം. ബൈ. കടവുളെ, യാരത്? നിരിഗ ഗഗ ഗരിഗ സാനി ഗരിഗ പ ഗരിഗ പ ഗരി 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 സാനി ധരാ அம்மா ஆவு எங்கம்மா? இன்னைக்கு அவளை பார்த்ததே கிடையாது. எனக்கு தெரியலடா, காலையில கோயிலுக்கு போனேன்னு சொன்னேன். ஆனா இவ்வளவு நேரம் ஆச்சு. என்ன பண்றவா? பாட்டிமா, வந்துட்டியா? ஆவு என்னாச்சும்மா? ஏன் இவ்வளவு லேட்டு? அப்பா இன்னைக்கு ஆயில இல்லாയിരുന്നു, அதனால അവിടെ നല്ല തിരക്കായിരുന്നു. ആവു, ഉന്നോട് മാമ ഇനി എഴുന്നേറ്റിട്ടില്ല. ഓഫീസിൽ പോവാൻ നേരമായി, ഞാൻ പോവുക. അമ്മ പോയിട്ട് വരാം. சரிடா, போயிட்டு வா. ஆவு, அவனை போய் கூப்பிடுமா, இல்லைன்னா சாயங்காலம் வரைக்கும் அப்படியே கிடந்து தூங்கிடுவேன். ശരി പാട്ടി. മാമ, മാമോയ് എനിക്ക് മാമ. പോടി, കൊഞ്ച നേരം കഴിഞ്ഞ് എഴുന്നേക്കാ, നീ പോ. അതൊന്നും പറഞ്ഞാ പറ്റൂല. എഴുന്നേറ്റ്, അപ്പ പോയി. அப்ப எப்படா போயே? ദോ ഇപ്പതാ. ஏய் பூனைக்குட்டி, நான் உங்ககிட்ட சொல்லியிருக்க, என்ன ராவில எந்த விളിക്കാത്തെ? ஆஹா, கொஞ்சம் அங்க பாரு. நான் கோயிலுக்கு போகிறதுக்கு முன்னாடி உங்களுக்கு காஃபி போட்டு இங்க வச்சுட்டு உங்களை கூப்பிட்டுட்டு தான் போயேன். ഇനിയും കിടക്കാൻ പോവാ? പോയി കുളിച്ചേ. ഞാൻ പൊക്കോളാം, നീ പോയേ. മാമോയ്, എന്നടി? അത് വന്ന് അത് என்ன அது வந்து இப்ப പറയുന്നുണ്ടോ ഇല്ലയോ? ഐ ലവ് യു. சீக்கிரம் வந்துரு, കഴിക്കാൻ എടുത്ത് വെക്കാം. என்ன உன்ன? நில்லடி. ஏய் பூனைக்குட்டி. நிக்க மாட்டேன். കായ്, ലണ്ടനിലേക്കുള്ള സ്റ്റോക്ക് എക്സ്പോർട്ട് ചെയ്തായിരുന്നു. ഓ സാർ, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫിനിറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് റെഡിയാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ എല്ലാം കൃഷ്ണയ്ക്ക് മെയിൽ ചെയ്യണം. പിന്നെ വിഷയമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം.
പുതിയൊരു പ്രൊജക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. ആൻഡ് ടെൽ ഹിം ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ? ഓക്കെ സർ. ഹലോ സർ, വിശ്വ സർ എത്തിയിട്ടില്ല. ഹീസ് ഓൺ ദ വേ.